ദുബായിലെ സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ച നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അധ്യാപകരുടെ യോഗ്യത, പരിജ്ഞാനം എന്നിവയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയ ഗൈഡുകൾ KHDA പുറത്തിറക്കി. അധ്യാപകർ, പ്രധാന അധ്യാപകർ എന്നിവരുടെ നിയമനം, സ്വയം പിരിഞ്ഞുപോകൽ, പിരിച്ചുവിടൽ തുടങ്ങിയവയിലാണ് സുപ്രധാന മാറ്റം. നിയമം കൂടുതൽ ഫലപ്രദമാകുന്നതിന് 2 ഗൈഡുകളിലായി മാർഗനിർദ്ദേശങ്ങളും KHDA പുറത്തിറക്കി. അറബിക്, ഇസ്ലാമിക് സ്റ്റഡീസ് അധ്യാപകർക്കും KHDA നിയമം അനുശാസിക്കുന്ന യോഗ്യത നിർബന്ധമാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം, ബിരുദാനന്തര ബിരുദം, പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ B.Ed, തൊഴിൽ പരിചയം എന്നിവയാണ് അടിസ്ഥാന യോഗ്യത. പുതിയ മാനദണ്ഡം അനുസരിച്ച് നിലവിലെ അധ്യാപകർക്കും പ്രിൻസിപ്പൽ, വൈസ് പ്രിൻസിപ്പൽ എന്നിവർക്കും KHDAയിൽ നിന്ന് പുതിയ നിയമന അറിയിപ്പ് ലഭിക്കണം. കാലാവധി തീരുന്നതിന് മുൻപ് രാജിവെച്ചാൽ അനുമതിക്കായി 90 ദിവസം കാത്തിരിക്കണം. ജോലി വിടുന്നവർ KHDAയുടെ എക്സിറ്റ് സർവേയും പൂർത്തിയാക്കണം. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് KHDAയുടെ പെരുമാറ്റച്ചട്ടത്തിലും ഒപ്പുവയ്ക്കണം. ഗുരുതര കുറ്റകൃത്യമോ മോശം പെരുമാറ്റമോ മൂലം അധ്യാപകരെ പിരിച്ചുവിടുന്നതിനും പ്രത്യേക മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നതിൽ പ്രവാസികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന കസ്റ്റംസ് ബാഗേജ് നിയമങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. 2016 പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ചാണ് ഇപ്പോഴും സ്വർണത്തിന്റെ അളവ് നിശ്ചയിക്കുന്നത്. നിലവിലെ നിയമം പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്നതായാണ് പരാതി. നിലവിലെ നിയമമനുസരിച്ച് ഒരു സ്ത്രീ യാത്രക്കാരിക്ക് 40 ഗ്രാം വരെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുപോകാം. പക്ഷേ അതിന്റെ മൂല്യം 1 ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല. ഒരു പുരുഷ യാത്രക്കാരന് 20 ഗ്രാം വരെയാണ് അനുമതി. അതിന്റെ മൂല്യമാകട്ടെ 50,000 രൂപയും. 2016 പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ചാണ് ഇപ്പോഴും മൂല്യനിർണ്ണയം നടത്തുന്നത്. 2016 22 കാരറ്റ് സ്വർണത്തിന് വില 2,500 രൂപയായിരുന്നു. ഇപ്പോൾ UAE 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 403 ദിർഹം 50 ഫിൽസാണ് വില. ഇന്ത്യയിൽ അത് 9,500 രൂപയ്ക്ക് മുകളിൽ വരും. 40 ഗ്രാം സ്വർണത്തിന് 4 ലക്ഷത്തിൽ അധികം രൂപയാണ് മൂല്യം. 20 ഗ്രാം സ്വർണത്തിന് 2 ലക്ഷത്തോളം രൂപയുമാണ് വില. ഇന്ത്യയിലെ വിമാനത്താവളങ്ങളിലെത്തുന്ന യാത്രക്കാരുമായി കസ്റ്റംസ് ബാഗേജ് നിയമങ്ങൾ പ്രകാരം നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായാണ് പരാതി. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ മൂലം കാലഹരണപ്പെട്ട മൂല്യപരിധി ഒഴിവാക്കണമെന്നാണ് ആവശ്യം. നിശ്ചയിച്ച മൂല്യവും നിലവിലെ കമ്പോള വിലയും തമ്മിലുള്ള പൊരുത്തക്കേട് കസ്റ്റംസ് പരിശോധനാ കേന്ദ്രങ്ങളിൽ അനാവശ്യ തർക്കങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്ന് പ്രവാസികളെ ആയതിനാൽ നിയമം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി സംഘടനകൾ കേന്ദ്ര സർക്കാരിന് നിവേദനം നൽകി. UAEയിൽ താപനില കുറയുന്നതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഈ വാരാന്ത്യം മഴ പ്രതീക്ഷിക്കുന്നതായും പൊടിക്കാറ്റ് വീശിയേക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. UAEയിൽ വിവിധയിടങ്ങളിൽ ഭാഗികമായ മേഘാവൃതമായ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ അബുദാബി അടക്കം മൂടൽമഞ്ഞ് രൂപപ്പെട്ടിരുന്നു. കിഴക്കൻ മേഖലകളിൽ തണുത്ത കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക എന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. വൈകുന്നേരം ഈ മേഖലകളിൽ മഴയ്ക്ക് സാധ്യത പ്രവചിക്കുന്നുണ്ട്. അതേസമയം പൊടിക്കാറ്റിന് സാധ്യതയുള്ളതിനാൽ പുറത്തിറങ്ങുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. UAEയിൽ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ് മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കും. കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് മുതൽ 31 ഡിഗ്രി സെൽഷ്യസ് വരെയായിരിക്കുമെന്നും അറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിൽ കൂടിയ താപനില 37 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെയും കുറഞ്ഞ താപനില 28 ഡിഗ്രി മുതൽ 31 ഡിഗ്രി വരെയും അനുഭവപ്പെടും. അന്തരീക്ഷ ഈർപ്പം കൂടാനും സാധ്യതയുണ്ട്. NTV UAE to the world.